വെൽക്കം ബാക്ക് ടു സൈലൻ ലേണിംഗ് മക്കളെ. അപ്പോൾ ഇതാ അടുത്ത പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന എല്ലാ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഡയഗ്രാംസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. എല്ലാ ഡയഗ്രാമും ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും കൂടുതൽ വരാൻ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഡയഗ്രാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. റെഡി ആണെങ്കിൽ എല്ലാവരും ഇതാ നല്ല കീനായിട്ട് ഒബ്സർവ് ചെയ്തോളൂ. ഓരോ ഡയഗ്രാം എങ്ങനെ ചോദ്യങ്ങൾ വരുന്നു എന്നൊക്കെ മിസ് പറഞ്ഞു തരാം. അപ്പൊ വേഗം തന്നെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഈ കോശത്തിൽ വെച്ച് നടക്കുന്ന കോശ ശ്വസന ഘട്ടത്തിന്റെ പേര് ഏതാനാണ്? റൈറ്റ് ദ ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ഇൻ വിച്ച് cell organelle takes place. How many ATP molecules are formed in this phase? കാണുമ്പോൾ തന്നെ അറിയാം, നമ്മൾ 8ാം ക്ലാസ്സിൽ തന്നെ ഇതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മൈറ്റോകോൺട്രിയ ആണ്. അപ്പൊ സെല്ലുലാർ റെസ്പിറേഷൻ പഠിക്കുമ്പോൾ ഓർത്ത് വെച്ചോളാം, ഈ ഒരു മൈറ്റോകോൺട്രിയയിൽ എന്താണ് നടക്കുന്നത്, എന്ത് ഫേസ് ആണ് നടക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ സെൽ സൈക്കിളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം, സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിലാണ് ആദ്യ ഘട്ടമായിട്ടുള്ള ഗ്ലൈക്കോളിസിസ് നടക്കുന്നത്. രണ്ടാമത്തെ ഘട്ടം മൈറ്റോകോൺട്രിയയിലാണ് ക്രെബ്സ് സൈക്കിൾ നടക്കുന്നത്. ആൻഡ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസിനെ ലൈസസ് ഒക്കെയാണ്. ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്ത് അവിടെ പൈറൂവിക് ആസിഡ് ഉണ്ടാക്കുന്നു. അവിടെ 2 ATP തന്മാത്രകൾ ഉണ്ടാവുന്നു. എന്നാൽ ക്രെബ്സ് സൈക്കിൾ ആണ് മൈറ്റോകോൺട്രിയയിൽ നടക്കുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ഈ ഗ്ലൈക്കോളിസിസ് വഴി ഉണ്ടായിട്ടുള്ള പൈറൂവിക് ആസിഡിനെ നേരെ എന്താക്കി മാറ്റുന്നു? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റുന്നു. അവിടെ 28 ATP മോളിക്യൂൾ ആണ് ഉണ്ടാവുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മുടെ ക്രെബ്സ് സൈക്കിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്രെബ്സ് സൈക്കിൾ ആൻഡ് how many ATP molecules are formed in this phase എന്നാണ് പറഞ്ഞത്. അപ്പൊ 28 ATP molecules ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഗിവൻ ക്വസ്റ്റ്യൻ ആണ്. ഇതാ ഈ ചിത്രം കണ്ടല്ലോ, നമ്മൾ ചിലപ്പോ ഒക്കെ അങ്ങ് വിട്ടുപോകുന്ന ചിത്രമാണ്. ഇങ്ങനത്തെ ചിത്രങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ചിത്രത്തിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം ഏത്? അതിന്റെ ധർമ്മം ഏതാനാണ്? ഇവിടെ എക്സ് എന്താണ്? എക്സ്പ്ലെയിൻ ദ ചേഞ്ച് ഹാപ്പൻ ടു ദ മസിൽ ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ വെൻ ദ ഹാൻഡ് ഈസ് സ്ട്രെച്ച്. ഇങ്ങനെ ഇരിക്കുന്ന കൈ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു പോയിന്റിൽ നമ്മൾ ടെൻഷൻ എന്നാ പറയുന്നത് കണക്ട് ദ മസിൽസ് ടു ബോൺസ്. നമ്മുടെ പേശികളെ അസ്ഥികളുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു കണക്റ്റീവ് ടിഷ്യൂ, ഒരു യോജക കലയാണെന്ന് ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ എക്സ്റ്റൻസർ മസിൽ കോൺട്രാക്ട് വൈൽ ഫ്ലെക്സർ റീഗെയിൻ ഇറ്റ്സ് നോർമൽ സ്റ്റേറ്റ്. നമ്മൾ ഇങ്ങനെ ചുരുക്കുമ്പോഴും ഇങ്ങനെ നിവർത്തുമ്പോഴും നമ്മുടെ മസിൽസ് കോൺട്രാക്ട് റീഗെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? നിവർത്തൽ പേശി സങ്കോചിക്കുകയും മടക്കൽ പേശി വിശ്രമാവസ്ഥയിലേക്ക് ആവുകയും ചെയ്യുന്നത്. ഈ ഡയഗ്രാം എന്തായാലും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അടുത്തത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ആരാ കൊടുത്തിട്ടുള്ളത്? യെസ്, നമ്മുടെ ഗ്ലോമറുലസ് കാണുന്ന ബൗമാൻസ് ക്യാപ്സ്യൂൾ അല്ലെ. വാട്ട് ഈസ് ദ പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ പാർട്ട് സി ആൻഡ് വാട്ട് ഫ്ലൂയിഡ് ഈസ് ഫോംഡ്? ഇവിടെ ബൗമാൻസ് ക്യാപ്സ്യൂളിൽ എന്താ നടക്കുന്നത്? അൾട്രാ ഫിൽട്രേഷൻ, സൂക്ഷ്മ അരിക്കലാണ് നടക്കുന്നത്. അവിടെ നിന്ന് അരിച്ചുണ്ടാവുന്ന ആ ഒരു ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് പറയുന്നു? ഗ്ലോമറുലർ ഫിൽട്രേറ്റ് എന്നാണ് പറയുന്നത്. എ ബി എന്നീ രക്തക്കുകളുടെ വ്യാസ വ്യത്യാസം ഈ പ്രക്രിയ എങ്ങനെ സഹായിക്കുന്നു? എയും ബിയും എന്ന് പറയുന്നത്, എ എന്ന് പറയുന്നത് എന്താണ്? അഫറന്റ് വെസലാണ്. എ എന്ന് പറയുന്നത് അഫറന്റ് വെസലാണ്. ബി എന്ന് പറയുന്നതോ ഇഫറന്റ് വെസൽ. അപ്പം അഫറന്റ് വെസലിനെക്കാളും ഇഫറന്റ് വെസലിന് വ്യാപ്ത വ്യത്യാസമുണ്ട്, ഡയമീറ്റർ ഡിഫറൻസ് ഉണ്ട്. ആ ഡയമീറ്റർ ഡിഫറൻസ് എന്ത് സഹായിക്കുന്നു? ഇതാ ഹൈ പ്രഷർ ഇസ് ഡെവലപ്ഡ് ഇൻ ദ ഗ്ലോമറുലസ്. ഒരു ഉയർന്ന മർദ്ദം ഉണ്ടാവുന്നു. ആ മർദ്ദത്തിന്റെ വ്യത്യാസം കാരണം, വ്യാസവ്യത്യാസം കാരണം മർദ്ദം ഉണ്ടാവുന്നു. ആ മർദ്ദം വഴി എന്ത് ചെയ്യുന്നു? ഈ ഗ്ലോമറുലസിലൂടെ എന്ത് ചെയ്യുന്നു? അവിടെ അരിക്കൽ നടക്കുന്നു. അങ്ങനെയാണ് ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഉണ്ടാവുന്നത്. അതാണ് ഫിൽട്രേഷന് സഹായിക്കുന്നത്. സോ ഇത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി ഇവിടെ നോക്കുക, അടുത്ത ചിത്രം നോക്കിക്കേ. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. മസിൽസിന്റെ ഡയഗ്രാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എ ബി സി ഏതാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം, റോഡ് ഷേപ്പ് ആകൃതിയിൽ കാണുന്ന എ എന്ന് പറയുന്നത് കാർഡിയാക് മസിലാണ്. ബി എന്ന് പറയുന്നത് ബ്രാഞ്ച് ആയിട്ടുള്ളത്, എ എന്ന് പറയുന്നത് എന്താ? സ്കെലിറ്റൽ മസിൽ, അസ്ഥിപേശിയാണ്. ബി എന്ന് പറയുന്നത് ബ്രാഞ്ച്ഡ് ആണ്, അപ്പൊ കാർഡിയാക് മസിലാണ്. സി എന്ന് പറയുന്നത് നമ്മളോട് വരയ്ക്കാനാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കും? സി എന്ന് പറയുമ്പം സ്മൂത്ത് മസിലാണ്. അതെന്താ? ഇതുപോലെ സ്പിൻഡിൽ ആകൃതിയിലാണ് കാണാൻ പറ്റുക. സ്പിൻഡിൽ ആകൃതിയിൽ അല്ലെ, ഇതുപോലെ സ്പിൻഡിൽ ആകൃതിയിൽ കാണാൻ പറ്റും. അപ്പൊ എ ബി വരയ്ക്കണം. എ എന്ന് പറയുന്നത് സ്കെലിറ്റൽ മസിൽ, ബി എന്ന് പറയുന്നത് കാർഡിയാക് മസിൽ. ആണ്.
ഈ തന്നിട്ടുള്ളത്. ആൻഡ് സി ആണ് ഇത് സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ മൃദുല പേശി. ആൻഡ് ഡ്രോ ദ ഡയഗ്രാം മസിൽസ് നെയിംഡ് ആസ് സി. ഹൗ ഡു എ ആൻഡ് ബി ഡിഫർ ഇൻ ദ ഷേപ്പ് ആൻഡ് കൺട്രോൾ എന്നാണ്. എ എന്ന് പറയുന്ന സ്കെൽട്ടൽ മസിൽ, ബി എന്ന് പറയുന്ന കാർഡിയ ഹൃദയപേശിയാണ്. അസ്ഥിപേശി എന്ന് പറഞ്ഞാൽ വോളണ്ടറി മസിലാണ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാം. സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, വോളണ്ടറി ആണ്. എന്നാൽ ഹാർട്ടിൽ കാണുന്നത് എന്താ, ഇൻവോളണ്ടറി ആണ്. സെൽസ് ആർ ബ്രാഞ്ച്, അവർക്ക് ശാഖകൾ തിരിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അവരെ ഇൻവോളണ്ടറി മസിൽ, അനൈച്ഛിക പേശി എന്ന് പറയുന്നു. അടുത്തത് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു ഡയഗ്രമാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം. നമ്മൾ ഓണപരീക്ഷയ്ക്ക് നല്ലോണം പഠിച്ചിട്ടുള്ള ഒരു ഡയഗ്രമാണ്. ഐഡന്റിഫൈ ആൻഡ് നെയിം ദ പാർട്ട് എ, ബി, സി ആൻഡ് ഡി ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഗ്രാനയാണ്, നമ്മുടെ ഗ്രാനയാണ്. ബി എന്ന് പറഞ്ഞാൽ സ്ട്രോമ ലാമെല്ലയാണ്. സി എന്ന് പറയുന്നത് എന്താ, സ്ട്രോമയാണ്. ഡി എന്ന് പറയുന്നത് തൈലക്കോയിഡാണ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഗ്രാന, ലാമെല്ല, സ്ട്രോമ, തൈലക്കോയിഡ് അല്ലെ. രണ്ടാമത്തെ ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്, എയിലുണ്ടാകുന്ന ഏതെങ്കിലും രണ്ട് ഉൽപ്പന്നം ഗ്രാനയിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എന്താണെന്നാണ്. ഗ്രാനയിലെ പ്രോസസ്സ് നടക്കുമ്പോൾ നമുക്കറിയാം ലൈറ്റ് ഫേസ് ആണ് ആദ്യം ഗ്രാനയിൽ നടക്കുന്നത്. അവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു, ജലം വിഘടിച്ച് എന്താവുന്നു, ഹൈഡ്രജനും ഓക്സിജനുമാണ് രൂപപ്പെടുന്നത്. അപ്പൊ അത് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു വെക്കാം. അടുത്ത ചിത്രം ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ആണ്. ഓർമ്മയുണ്ടല്ലോ, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ചിത്രമാണ്. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്, ബി എന്ന് പറയുന്നത് എന്താണെന്നാണ്. എ എന്ന് പറയുന്നത് ബ്ലഡ് കാപ്പിലറി, രക്തലോമിക. ആൻഡ് ബി എന്ന് പറയുന്നത് ലാക്റ്റിയൽ ആണ്. ഓരോന്നിനും ഫംഗ്ഷൻ എഴുതണം. ബ്ലഡ് കാപ്പിലറി എന്താ ചെയ്യുന്നത്, ഗ്ലൂക്കോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് ഒക്കെയാണ് കൊണ്ടുപോകുന്നത്. ആൻഡ് ലാക്റ്റിയൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ചാപ്റ്ററിൽ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഇവർ മൂന്നും തമ്മിലുള്ള കമ്പാരിസൺ പഠിച്ചു വെക്കണം. ആർട്ടറി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ തിക്കാണ്, ഇലാസ്റ്റിക് ആണ്. കാപ്പിലറി കുറച്ചുകൂടെ എന്താണ്, വളരെ നേർത്ത ഭാഗമാണ് കാണുക. വെയിൻസ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് വാൽവ് കാണാൻ പറ്റും. അതൊരു പ്രധാന വ്യത്യാസമാണ്. ആൻഡ് ആർട്ടറി എന്ന് പറയുന്നത് ഹാർട്ടിൽ നിന്ന് ബോഡിയിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നു. വെയിൻ ബോഡിയിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് രക്തം കൊണ്ടുപോകുന്നത്. കാപ്പിലറി ഇവരെ രണ്ടുപേരും കണക്ട് ആണ് ചെയ്യുന്നത്. ലോ പ്രഷർ ആൻഡ് ലോ സ്പീഡിലാണ് പോകുന്നത്. ആർട്ടറിയിലാണ് ഹൈ സ്പീഡിൽ ഹൈ പ്രഷറിൽ പോകുന്നത്. അത്തരത്തിലുള്ള കണക്ഷൻസ്, വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ഡയഗ്രാം വെച്ച് പഠിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. ഇതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് ആഡിങ് ഹെപ്പാരിൻ ഇൻ ദ ബ്ലഡ് ഇഫ് ദ ഫ്ലൂയിഡ് ഇസ് നോട്ട് റിമൂവ്ഡ് ഫ്രം ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ്, ഹൗ വിൽ ഇറ്റ് അഫക്ട് ദ പ്രോസസ്. ഇവിടെ നമുക്കറിയാം ഹീമോ ഡയാലിസിസ് ആണ്. എന്തിനാ ഡയാലിസിസ് ചെയ്യുന്നത്, നമ്മളെ കിഡ്നി വീക്ക് ആവുമ്പോൾ കിഡ്നിക്ക് പ്യൂരിഫൈ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ടു പ്രിവെന്റ് ഹീമോ ഡയാലിസിസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നത് രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഈ പ്യൂരിഫൈ ചെയ്യുന്നതിനനുസരിച്ച് ഇത് വേസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും, ഇറ്റ് ബാഡ്ലി എഫക്ട് ദ ഡിഫ്യൂഷൻ ഓഫ് വേസ്റ്റ് ഇൻ ടു ദ ഫ്ലൂയിഡ്. വിസർജ്യ വസ്തുക്കളിൽ നിന്നും ഡിഫ്യൂഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ റിമൂവ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് ഓൾറെഡി പറഞ്ഞു, ഗ്ലൈക്കോളിസിസും ക്രെബ്സ് സൈക്കിളും. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഡയഗ്രമാണ് ഇത് കേട്ടോ. എങ്ങനെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്സിജൻ നിങ്ങൾക്കറിയാം ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താകുന്നു, ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് ഓക്സിജനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 3 രീതിയിലാണ്. ഒന്ന് ഹീമോഗ്ലോബിനുമായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ്. അതല്ലാതെ ബൈകാർബണേറ്റ് രൂപത്തിൽ പോകുന്നുണ്ട്. ബൈകാർബണേറ്റ് അതിവിടെ കണ്ടല്ലോ. 7% കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, ഡിസോൾവ് ഇൻ പ്ലാസ്മ. 23% ആണ് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആവുന്നത്. 70% കമ്പൈൻസ് വിത്ത് വാട്ടർ ഇൻ ദ RBC ആൻഡ് ഫോം ബൈകാർബണേറ്റ്. അപ്പോൾ പെർസെൻറ്റേജിന്റെ കണക്കൊക്കെ ഓർത്തു വെക്കണം. 7% പ്ലാസ്മ ജലത്തിൽ ലയിച്ചു പോകുന്നു. 23% എന്താ ചെയ്യുന്നത്, ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബാമിനോ ഹീമോഗ്ലോബിൻ ആവുന്നു. 70% RBCയിലെ ജലവുമായി ചേർന്ന് ബൈകാർബണേറ്റുകളുടെ രൂപത്തിൽ. അതാണ് അവിടെ പറയുന്നത്. ഇനി ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ പഠിച്ചു വെക്കണം. നമ്മുടെ RBCയിൽ കാണുന്ന പിഗ്മെന്റ് ആണ്, നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം കൊടുക്കുന്നു. ആൻഡ് ഏകദേശം ഒരു RBCയിൽ 270 ദശലക്ഷം ഹീമോഗ്ലോബിൻ കാണാൻ പറ്റും. ഒരു ഹീമോഗ്ലോബിന് 4 അയൺ യൂണിറ്റ് ആണുള്ളത്. അവർ 4 എന്ത് ചെയ്യും, ഓക്സിജനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ 4 ഓക്സിജനെയാണ് കമ്പൈൻ ചെയ്യുന്നത് അറ്റ് എ ടൈം. ആൻഡ് സ്ത്രീകളിൽ ഈ കൗണ്ട് പഠിച്ചു വെച്ചോളാം. സ്ത്രീകളിൽ 12 മുതൽ 16 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. പുരുഷന്മാരിൽ 14 മുതൽ 18 ഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. ഈ അളവൊക്കെ ചോദിക്കും. ആൻഡ് രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് അനീമിയ എന്ന കണ്ടീഷൻ വരും. തളർച്ചയാണ്, വിളർച്ചയൊക്കെ വരുന്നതാണ്.
അടുത്തത് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ പഠിക്കുന്നതാണ് യൂറിയ സിന്തസിസ്. ഈ ഒരു ചിത്രവും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാണ്. പ്രോട്ടീൻ മെറ്റബോളിസം വഴി ഉണ്ടാവുന്ന അമോണിയ ആണ്. അമോണിയ ഹൈ ടോക്സിക് ആണ്, ഭയങ്കര വിഷാംശമുള്ളതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഹൈ ടോക്സിക് ആയിട്ടുള്ള അമോണിയനെ നമ്മൾ എന്താക്കുന്നു, യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ബൈ ആഡിങ് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എൻസൈം. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ആഡ് ചെയ്ത് സർട്ടൻ എൻസൈമുകളുടെ പ്രവർത്തനം വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ യൂറിയ ആക്കി മാറ്റുന്നത്. അങ്ങനെ നമ്മൾ യൂറിൻ വഴി പുറത്തോട്ട് കളയുന്നു. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റുള്ളതാണ് എങ്ങനെയാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, എലിമിനേറ്റ് ചെയ്യുന്നത്. സസ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, ഇതൊക്കെയാണ് എന്ത് സ്റ്റൊമാറ്റ ലെൻറ്റിസെൽ വഴിയാണ് പുറത്തോട്ട് കളയുന്നത്. അപ്പൊ സ്റ്റൊമാറ്റ ലീഫിലൂടെ ഉണ്ട്, ബാർക്കിൽ നമുക്ക് ലെൻറ്റിസെലും കാണാം. പിന്നെ ഹൈഡത്തോട് ഉണ്ട്. ഹൈഡത്തോട് എന്ന് പറയുമ്പോൾ ചെറിയ മഴത്തുള്ളികൾ പോലെ വാട്ടർ സോൾട്ട് എക്സ്ക്രീറ്റ് ചെയ്ത് കളയുന്നതാണ്. സോളിഡ് വേസ്റ്റ്, ഖരമാലിന്യങ്ങൾ എങ്ങനെ കളയുന്നു, റെസിൻസ്, ബാർക്ക്, ഡ്രോപ്പിംഗ് ഓഫ് ദ മെച്വർ ലീവ്സ് ആൻഡ് ഫ്രൂട്ട് ആണ്. അപ്പൊ റെസിനുകൾ, പുറം തൊലി, പഴുത്ത ഇലകളും കായ്ക്കളും കുഴിയൽ, കാതൽ രൂപീകരണം ഒക്കെ വഴിയാണ് സോളിഡ് വേസ്റ്റിനെ നമ്മൾ പുറത്തോട്ട് കളയുന്നത്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കാണാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇവിടെയാണ് നമ്മുടെ ടെസ്റ്റസ് കാണാൻ പറ്റുന്നത്. ഇതാണ് ടെസ്റ്റിസ്, വൃഷണങ്ങൾ. പുരുഷന്മാരുടെ പ്രത്യുൽപാദന അവയവമാണ് വൃഷണങ്ങൾ. പിന്നെ ഇതാണ് നമ്മുടെ പീനസ് അല്ലെങ്കിൽ ലിംഗം എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് വാസ് ഡിഫറൻസ്. ഓക്കെ, ഇനി ഫീമെയിലിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ ഓവറി. ഓവറിന്റെ ഉള്ളിലാണ് നമ്മുടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിനെ കണക്ട് ചെയ്യുന്ന ഭാഗം ഫെലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ടവാഹി. ഇവിടെയാണ് യൂട്രസ്, ഗർഭപാത്രം. ഇവിടെയാണ് നമുക്ക് സെർവിക്സ്, ദെൻ വജൈന. ഈ ഭാഗങ്ങളും കൂടി ഇവിടെ പഠിച്ചു വെക്കാം. പിന്നെ ലാസ്റ്റ് ഇത് എംബ്രിയോജനസിസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് എംബ്രിയോ ഫോം ചെയ്ത് വരുന്നത് എന്ന്. അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഡയഗ്രാം ആണ്. ഇതാണ് ഓവം. ഓവം ഇവിടെ സ്പേം വന്ന് ഫോം ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടക്കുന്ന എവിടെയാ, ഫെലോപ്പിയൻ ട്യൂബിൽ, ഒവിഡക്റ്റ് അല്ലെങ്കിൽ അണ്ടവാഹിയിലാണ്. അവിടെ നിന്ന് സൈഗോട്ട് രൂപപ്പെടും. അത് പിന്നെ പലതരത്തിൽ ഡിവിഷൻ നടന്ന് ഇവിടെ മോറുല ഉണ്ടാകും. ഇതാണ് മോറുല. പിന്നെ ഇവിടെ ഉണ്ടാകുന്നതാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ആ ബ്ലാസ്റ്റോസിസ്റ്റ് ഇവിടെ യൂട്രസിന്റെ, നമ്മുടെ ഗർഭാശയ ഭിത്തിയിൽ വന്ന് പറ്റിപ്പിടിക്കും. അതിന് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയം എന്ന ആവരണത്തോട് പറ്റിപ്പിടിച്ച് വളരുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഡയഗ്രത്തിലെ ഓരോ ഭാഗവും അടയാളപ്പെടുത്തി ശ്രദ്ധിച്ചോളാം. അത് വെച്ചിട്ടും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇവിടെയാണ് ഓവുലേഷൻ, അണ്ടാശയത്തിന്റെ ഉള്ളിൽ അണ്ടോൽപാദനം നടക്കുന്നത്. പിന്നെയാണ് ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞു വരുന്നത്. സോ ഈ ഒരു ഭാഗവും നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ഡയഗ്രാം കൂടിയാണ്. സോ ഇമ്പോർട്ടന്റ് ഡയഗ്രാംസ് നോക്കുക. ആൻഡ് ഇതുപോലെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കണം. സോ ഇനിയുള്ള ലൈവുകളിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളും കോൺസെപ്റ്റുകളൊക്കെ റിവൈസ് ചെയ്യാം. അപ്പം സീ യു സൂൺ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ.